ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം മാതൃകാ വിവാഹം. പ്രിയരെ, ഒരു വിവാഹത്തിന് കൂടിയാൽ 10 പേർ മാത്രമേ ആകാവൂ. വധൂവരന്മാർ, അവരുടെ മാതാപിതാക്കൾ, ദമ്പതികളുടെ ഓരോ സഖികൾ, ഒരു പുരോഹിതൻ, ഒരു പൗരപ്രധാനി, ഇപ്രകാരമാണ് 10 പേർ. സ്നേഹസ്വരൂപനായ ഈശ്വരനെ നല്ലവണ്ണം ധ്യാനിച്ചുകൊണ്ട് പുരോഹിതൻ മാലയെടുത്തു കൊടുക്കണം. ഭജനമഠങ്ങൾ, ദേവാലയങ്ങൾ മുതലായ പൊതുസ്ഥലത്ത് വെച്ചായിരിക്കണം ഈ വിവാഹകർമ്മം നടത്തേണ്ടത്. ഈ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി ഈ പൊതുസ്ഥലങ്ങളിൽ വച്ചിട്ടുള്ള റെക്കോർഡിൽ ഇത് എഴുതി ചേർക്കേണ്ടതാവുന്നു. വിവാഹം നടത്തുന്നതിന് 1 മാസം മുമ്പായി വധുവിനെയും വരനെയും അവരുടെ മാതാപിതാക്കന്മാർ ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുവരേണ്ടതും ഭാവി ജീവിതം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ടവരായ ദമ്പതികളെ തമ്മിൽ കാണിക്കുകയും സംഭാഷണത്തിന് സൗകര്യം കൊടുക്കുകയും ചെയ്യേണ്ടതാകുന്നു. പരസ്പരം സ്നേഹിച്ചു മനസാ വിവാഹം നടത്തിയിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ കർമ്മം നടത്തണമെന്നില്ല. അതിന് ഇടയായിട്ടില്ലാത്തവർക്ക് മാത്രമാണ് ഈ പൂർവക്രിയ നടത്തേണ്ടത്. ഇങ്ങനെ പരസ്പരം കണ്ടതിനു ശേഷം 15 ദിവസം കഴിഞ്ഞതിനു മാത്രമേ വിവാഹം തീർച്ചപ്പെടുത്താവൂ. അത് കഴിഞ്ഞ് 15-ാം പക്കം മുൻപറഞ്ഞ 10 പേർ ഉൾപ്പെടെ വിവാഹക്രിയ നടത്തുകയും ചെയ്യാം. ചിലർക്ക് തങ്ങളുടെ കുട്ടികളുടെ വിവാഹം സംബന്ധിച്ച് നല്ല തുക ചെലവിടുന്നതിന് മോഹം കാണും. അങ്ങനെ മോഹമുള്ള രക്ഷിതാക്കൾ ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക സേവിങ്സ് ബാങ്കിലോ മറ്റോ നിക്ഷേപിച്ച് അതിന്റെ രസീത് വിവാഹ സമയത്ത് തങ്ങളുടെ കുട്ടികൾക്കായി സംഭാവന ചെയ്യേണ്ടതാണ്. ആ തുക അവരുടെ ഭാവി ജീവിതത്തിനും സന്തതികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാവുന്നതാകുന്നു. അന്ധമായ അടിയന്തര ഭ്രമം കുറച്ചു കാര്യം മാത്രം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇതിൽ കൂടുതലായി ഒന്നും തന്നെ വിവാഹം സംബന്ധിച്ച് ചെയ്യേണ്ടി വരില്ല. അടിയന്തരം നടത്താതെ അടങ്ങുകയില്ലെന്ന് വിചാരിക്കുന്നവർ അവരുടെ ഷഷ്ടിപൂർത്തി നാളിൽ വലിയ ഒരു സദ്യയും മറ്റും പൊടിപൂരമായി നടത്തിക്കൊള്ളണം. 60 വർഷം ജീവിച്ചതുകൊണ്ടും അതിനകം പലതും സമ്പാദിച്ചിരിക്കാൻ ഇടയുള്ളതുകൊണ്ടും അടിയന്തര ഭ്രമക്കാർക്ക് അന്ന് ഒരു അടിയന്തരം നടത്തുന്നതിന് വലിയ ദോഷം കൽപ്പിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിനും മേലാൽ മനുഷ്യൻ അടിയന്തരങ്ങൾ നടത്തരുത്.